الحمد لله الكريم الوهاب الرحيم التواب غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إله الأولين والآخرين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള എൻ്റെ പരിസരത്തിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ ഉടനീളം റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാത്ത് സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ നിയമാവലികൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്നും അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് അതേ അവസ്ഥയിലായി ഈ ലോകത്തോട് യാത്ര ചൊല്ലണകു ഓരോരുത്തരും പരിശ്രമിക്കണം. അതുകായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണോട്ട് എല്ലാവരെയും എന്നെയും ആദ്യമായി ഉണർത്തരെ ഉപദേശിക്കരെ. മിക്കവാറും എല്ലാ പള്ളികളിലും എല്ലാ മെഹ്റാബുകളിലും വെച്ച് വിശ്വാസി സമൂഹത്തെ ഉത്ബോധിപ്പിക്കേണ്ട കാര്യങ്ങളായി പരിശുദ്ധ ഖുർആൻ ചൊന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടിക്കറ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോടായിട്ടിക്കറ് ഈ ഒരു നിർദ്ദേശം നൽകരുത്. നല്ല അവസ്ഥയിലായി ജീവിച്ച് നല്ല അവസ്ഥയിലായി മരിക്കുക. ഇതാകണം ഒരു സത്യവിശ്വാസിയുടെ ആശയും അവൻ്റെ അഭിലാഷവും അവൻ്റെ വ്യാമോഹവും. അതുകായിട്ടിക്കറ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുസ്നുൽ ഖാത്തിമ എന്ന് അതുക ചൊല്ലുന്നത്. ഹുസ്നുൽ ഖാത്തിമ എന്ന് ചൊന്നെങ്കിൽ മരിക്കര സന്ദർഭത്തിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന അവസ്ഥയിൽ, അള്ളാഹു സംതൃപ്തനായ അവസ്ഥയിൽ മരിക്കുക, ഈ ലോകത്തോട് യാത്ര ചെല്ലുക. ഇന്നെൻ്റെ വിഷയവും ഈ ഹുസ്നുൽ ഖാത്തിമ, അന്തിമമായിട്ടിക്കരെ ആ നല്ല ഒരു അവസ്ഥ,
അതുമായി ബന്ധപ്പെട്ടിട്ടായിട്ട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കരുത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചതായിട്ട് ദൗത്യമെന്താണ്? ഇവിടെ ഓരോരുത്തരും മുസ്ലിമീങ്ങളായി ജീവിക്കുക, അവസാനം മുസ്ലിമീങ്ങളായി തന്നെ മരിക്കുക എന്നതായിട്ട്. എന്താണ് ഈ മുസ്ലിമീങ്ങൾ എന്ന് ചെന്നെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രാവർത്തികമാക്കണം അതൊക്കെ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കുക. അള്ളാഹുവിൻ്റെ കമാൻഡ്സുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് പ്രാവർത്തികമാക്കുക. ഇംതിസാലു അവാമിരില്ല വജിത്തിനാബു നവാഹിഹി. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യണു തീറ, ഇത് ചെയ്യണു തീറ, അതെല്ലാം വെടിയണം, കൈവെടിയണം, നിങ്ങൾ ത്യജിക്കണം. അങ്ങനെ ഒരുപാട് പ്രോഹിബിഷൻസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസികളോട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം പൂർണ്ണമായ നിലക്ക് ത്യജിക്കുക, കൈവെടിയുക. അങ്ങനെ പൂർണ്ണമായും നമ്മുടെ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമർപ്പിച്ചും കൊണ്ട് അവന് പൂർണ്ണമായും തലമാകി ശരണാഗതനായി ഇവിടെ നിന്ന് അവനക്ക് എത്ര കാലമാണോ ആയുഷ്കാലം ഉള്ളത് ആ ആയുഷ്കാലം ഇവിടെ കഴിച്ചു കൂട്ടുക. അതായിട്ട് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്നുൽ ഖാത്തിമ, നല്ല അവസ്ഥ എന്ന് ചൊന്നെങ്കിൽ ഒരു മനുഷ്യനുക്ക് അത് അല്ലാഹു നൽകുന്ന ഒരു തൗഫീഖായിട്ട് അത് ഓരോ മനുഷ്യന്റെയും മനസ്സിലെ വിശ്വാസത്തിലെ തേട്ടമനുസരിച്ചാണ് അല്ലാഹു തആല അത് തൗഫീഖ് നൽകുന്നത്. തൗഫീഖ് ഉണ്ട് ചൊന്നെങ്കിൽ അല്ലാഹു തആല അവനക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കലായിട്ട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യണോ, അല്ലാഹുവിന്റെ ഇഷ്ടദാസനാവണക്ക് വേണ്ടതായിരിക്കുന്ന അമലുകൾ ചെയ്യണോ അല്ലാഹു തആല സൗകര്യം ചെയ്തു കൊടുക്കുക. അതായിട്ട് തൗഫീഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ ഇസ്തഅമലഹു. ഒരാളെ കൊണ്ട് അല്ലാഹു തആല ഒരു ഖൈറിനെ ഉദ്ദേശിക്കുന്നുണ്ടായെങ്കിൽ, ഒരു നന്മ ഒരാളെ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ടായെങ്കിൽ അല്ലാഹു തആല അവനോട് അമല് ചെയ്യണത് ആവശ്യപ്പെടും. എങ്ങനെയാണ് അല്ലാഹു തആല ഒരടിമയോട് അമല് ചെയ്യണത് ആവശ്യപ്പെടുന്നത്? സഹാബത്ത് നബിയോട് കേൾക്കുന്നത്, അത് എങ്ങനെയാണ് നബിയെ? കൈഫ യസ്തഅമിലുഹു, ഒരടിമക്ക് അമല് ചെയ്യണത് എങ്ങനെ അല്ലാഹു ആവശ്യപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ല മൗതിഹി. അവൻ മരിക്കിற മുന്നളു അവനക്ക് നല്ല 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 അമലുകൾ ചെയ്യണുള്ള തൗഫീഖ് അല്ലാഹു തആല അവനക്ക് ചെയ്യറ്. അതാണ് അല്ലാഹു തആല അമല് ചെയ്യണുക ആവശ്യപ്പെടുന്നത്. നല്ല നല്ല അമല് ചെയ്യണുള്ള എല്ലാ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കറ്, സൗകര്യമാക്കി കൊടുക്കറ്. ഈ ഒരു തൗഫീഖ് ആയിട്ട് നമ്മുടെ ഇസ്ലാമികമായ ജീവിതത്തിലൂടെ നാം നേടിയെടുക്കേണ്ടത്. ഇതിനെ വിശദീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുറോ, മൻ മാത അലാ ശൈഇൻ ബഅസഹുല്ലാഹു അലൈഹി. ഒരാളുടെ അവസാനത്തെ കർമ്മം, അവന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്തായിരിക്കുന്നുവോ, എങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റേജ് ഉള്ളത്, അവൻ മരിക്കുന്ന സന്ദർഭത്തിലുള്ള ആ നിലപാട്, അവന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, അതേ അവസ്ഥയിലായിരിക്കും അല്ലാഹു തആല അവനെ പുനരെഴുന്നേൽപ്പിക്കുക. നാളെ പരലോകത്ത് എഴുന്നേൽപ്പിക്കുന്നതും ആ അവസ്ഥയിലായിട്ട് അവന്റെ അവസാനത്തെ ആ ഘട്ടം നോക്കിയിട്ടാണ്. ഒന്നും കൂടി റസൂൽ അതിനെ വിശദീകരിച്ചു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാഅ വജ്ഹില്ലാഹ് വഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ജീവിതത്തിലാണ് അവന്റെ ജീവിതം നയിച്ചത്, അതിന്റെ ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഖുതിമ ലഹു ബിഹാ, അവന്റെ ലാസ്റ്റ് സ്റ്റേജും അതേ ആദർശത്തിലാണ് എങ്കിൽ അവൻ അവസാനിക്കുന്ന ഈ ലോകം അവൻ്റെ അവസാനിച്ചു പോകരുത്, ഈ ദുനിയാവിലെ ചാപ്റ്റർ അവനക്ക് ക്ലോസ് ആകരുത്.
ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. വമൻ സാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാഹ്, ഇനി അല്ലാഹുവിന്റെ പൊരുത്തം പ്രീതി ആഗ്രഹിച്ച ഒരു മനുഷ്യൻ നോമ്പ് നോറ്റു, വഖുതിമ ലഹു ബിഹാ, അവസാനത്തെ സ്റ്റേജും നോമ്പുള്ള അവസ്ഥയിലാണ് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. വമൻ തസദ്ദഖ യൗമൻ ബിസദഖത്തിൻ ഇബ്തിഗാ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച ഒരു മനുഷ്യൻ സദഖ ചെയ്തു, അവന്റെ അവസാനത്തെ സ്റ്റേജിലും അവൻ സദഖ ചെയ്തു, അവസാനം മരിക്കിற മുന്നോളവൻ സദഖ ചെയ്തു എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. ഇതാണ് ഹുസ്നുൽ ഖാത്തിമ, നല്ല ഒരു അവസ്ഥയിലായിട്ട് ഈ ലോകത്തോട് യാത്ര പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിനെ, തന്റെ അനുചരന്മാരുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് റസൂലുള്ള പ്രതിവചിച്ചിട്ടുണ്ട്. ഭവിഷ്യോക്തി ചില സഹാബത്തുകൾ നടത്തിയിട്ടുണ്ട് റസൂലുള്ള. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ള ചൊന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായി മരിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ള ചൊന്ന കാര്യമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദുൽ മിഹ്റാബ്. മിഹ്റാബിൽ നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിലേക്ക് പോകുമ്പോ അബൂലുലുമായിട്ട് ചൊല്ലുന്ന ഒരു ജൂതനായ മനുഷ്യന്റെ കുത്തേറ്റിട്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അതേപോലെ തന്നെ ആയിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദുദ്ദാർ എന്നാണ് റസൂൽ ചൊന്നത്. സ്വന്തം ഔത്തിൽ ഷഹീദാകും, സ്വന്തം മകയിൽ കടന്ന് ഷഹീദാകുമെന്ന് റസൂലുള്ള ചൊന്നു. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും രക്തസാക്ഷിയായി സ്വന്തം ഭവനത്തിൽ സ്വന്തം ഔത്തിരവുൾക നോമ്പ് പിടിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കലാപകാരികൾ ഭരണകൂടത്തിന് എതിരായിട്ടിരിക്കുന്ന ബണ്ടുകോറന്മാർ, വിപ്ലവകാരികൾ അദ്ദേഹത്തിന്റെ അകയെല്ലാം തന്നെ വളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഔത്തിര ഉൾക പ്രവേശിച്ചിട്ട് കത്തിയും കഠാരയും ഉപയോഗിച്ച് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തറ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ രക്തം ചോര ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹഫിലേക്ക് തെറിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ഹുസ്നുൽ ഖാത്തിമ, നല്ല ഒരു അവസ്ഥയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സഹാബത്തുകൾ ഈ നിലക്ക് പ്രവചനം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സഹാബികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ രക്തസാക്ഷിത്വത്തെ കൊതിച്ചവരും നമുക്ക് കാണാൻ സാധിക്കും. നക്ക് രക്തസാക്ഷിയാകണമെന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും അതേപോലെ ഷഹാദത്തിനെ ആഗ്രഹിച്ചതായിരിക്കുന്ന ആളുകളും സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. സൈഫുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ തൽവാർ, അല്ലാഹുവിന്റെ ഖഡ്ഗം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇസ്ലാമിന്റെ വലിയ ശത്രുവായിരുന്നു. ഉഹുദ് യുദ്ധത്തിലൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരിൽ പടപൊരുതിയ ആളായിട്ട് മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹുസ്നുൽ ഖാത്തിമ നിശ്ചയിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന് ഹിദായത്ത് നൽകി. പിന്നീട് ഇസ്ലാമിന് വേണ്ടിയുള്ള എല്ലാ യുദ്ധത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനെ പിന്നെയുമെല്ലാം തന്നെ ഇസ്ലാമിക സൈന്യത്തിൽ സർവ്വസൈന്യാധിപനായിട്ട് പടപൊരുതി ആത്മാർത്ഥമായ നിലക്ക് ഷഹാദത്ത് കൊതിച്ചെങ്കിലും പക്ഷേ അയാൾക്ക് ഷഹാദത്തുണ്ടായില്ല. അദ്ദേഹം ഇസ്ലാമിക്ക് വേണ്ടി ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടത്തി. പക്ഷെ മരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ സ്വന്തം കിടപ്പപ്പായയിൽ കിടന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യുദ്ധത്തിലേറ്റ മുറിവുകൾ, അതുപോലെ തന്നെ വേറെ ഒരുപാട് അടയാളങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം രോഗബാധിതനാകുന്നു. രോഗബാധിതനായി കിടക്കപ്പായയിൽ കിടന്നിട്ട് അദ്ദേഹം അല്ലാഹുവിനട്ട് ചൊല്ലൊരു ഒരു പളക്കമുണ്ട്. അല്ലാഹുവിനട്ട് അദ്ദേഹം ചൊല്ലൊരു എന്തിനെ, യാ അല്ലാ, ഞാൻ എത്രയാണ്
രക്തസാക്ഷിയാവണക്ക് വേണ്ടി ഞാൻ കൊതിച്ചത് റബ്ബേ, രക്തസാക്ഷിയാവണക്ക് വേണ്ടി ഞാൻ എത്രയാണ് കൊതിച്ചത്. പക്ഷേ നക്ക് ആ രക്തസാക്ഷിത്വം ഉണ്ടാകേണ്ട നക്ക് കണ്ടില്ല. ഞാനിപ്പോ നിന്റെ കിടക്കപ്പായിൽ കിടന്നിട്ട് ഇതാ ഇങ്ങനെ മരിക്കുന്ന ഒരവസ്ഥ പോലെ നക്ക് കണ്ട്, നക്കൊരു സ്വാഭാവിക മരണമായിരിക്കും നക്കിനുണ്ടാവരുത് നക്ക് കണ്ട്. പക്ഷേ നക്ക് നിരാശയില്ല അല്ലാ, നക്കതിന്റെ പേരിൽ യാതൊരു പരിഭവവുമില്ല. കാരണം എന്തേ? നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പളക്ക അത് നിന്റെ മനസ്സിന് സമാധാനം തണ്ട്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത്? മൻ സഅല അശ്ശഹാദത ബിസിദ്ഖിൻ ബല്ലഗഹു അല്ലാഹു മനാസില അശ്ശുഹദാ വഇൻ മാത അലാ ഫിറാശിഹി. ഇമാം മുസ്ലിമിന്റെ ഹദീസ് ആയിട്ട് കറാം. മൻ സഅല അല്ലാഹ അശ്ശഹാദ, ഒരു മനുഷ്യൻ അല്ലാഹുവോട് ആത്മാർത്ഥമായ നിലക്ക് ഷഹാദത്തിനെ കൊതിച്ചാൽ, നിനക്ക് രക്തസാക്ഷിയാകണം, ഷഹീദാകണമെന്ന് ആത്മാർത്ഥമായ നിലക്ക് നിഷ്കളങ്കമായ നിലക്ക് അല്ലാഹുവോട് ചോദിച്ചാൽ, ബല്ലഗഹുല്ലാഹു മനാസില അശ്ശുഹദാ, ശുഹദാക്കന്മാരുടെ സ്ഥാനങ്ങൾ അല്ലാഹു തആല അവന് നൽകും. ശുഹദാക്കന്മാർക്ക് കിട്ടുന്ന പ്രതിഫലം അവന് അല്ലാഹു തആല നൽകും. അവൻ അവന്റെ സ്വന്തം കിടക്കയിൽ സ്വന്തം പായയിൽ കിടന്നിട്ടാണ് അവൻ മരിക്കുന്നതെങ്കിലും അല്ലാഹു തആല അവനക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന പളക്ക അത് എൻ്റെ മനസ്സിക്കിപ്പോ ആശ്വാസം നൽകുക അല്ലാ എന്ന് അള്ളാഹുവോട് ചൊല്ലുന്നതായിരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് അയാളുടെ അവസാന ജീവിതത്തിൽ കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഹുസ്നുൽ ഖാത്തിമ. ഇങ്ങനെയുള്ള നല്ല ഒരു അന്തിമമായിട്ടിക്കരെ, ഒരു നല്ല ഒരു പരിസമാപ്തിയിലൂടെ കടന്നു പോയതായിട്ടിക്കരെ സഹാബിമാരുടെ ചരിത്രം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളും എങ്ങനെയാകണം? അല്ലാഹുവിന്റെ റസൂൽ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പാട്ടിയത്, നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കണമെന്ന് ആ പ്രാർത്ഥനയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. അല്ലാഹുവേ അഹ്സിൻ ആഖിബതനാ, നിന്റെ ആഖിബത്തിനെ നീ നന്നാക്കണം അല്ലാ. ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. എങ്ങനെയെങ്കിലും ഒരിക്കലല്ല, ആഖിബത്ത് നന്നാകണം, ഹുസ്നുൽ ഖാത്തിമയാകണം, അല്ലാഹു പൊരുത്തപ്പെടുന്ന അവസ്ഥയിലായിരിക്കണം മരിക്കേണ്ടത്. اللهم احسن عاقبتنا في الامور كلها, എല്ലാ കാര്യത്തിലും എൻ്റെ ആഖിബത്തിനെ നീ നന്നാക്കണം. واجرنا من خزي الدنيا وعذاب الاخره, അതേപോലെ തന്നെ ദുനിയാവിലെ എല്ലാവിധ നിന്ദ്യതയിൽ നിന്ന്, ദുനിയാവിൽ ദലീൽ ഖവാറായി തീരുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണം അല്ലാ എന്ന ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത്. നമ്മുടെ അവസാനം നന്നാകണം. അമ്പിയാക്കന്മാർ പോലും പ്രാർത്ഥിച്ചു. അമ്പിയാക്കന്മാർ പോലും പ്രാർത്ഥിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാം, ഖുർആനിൽ കാണാമല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ലേ? മാലിക്കൽ മുൽക്ക് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ആരാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ അംബിയാ മുർസലുകളിൽ പെട്ട ഒരാളല്ലേ അല്ലേ? അംബിയാ മുർസലുകൾ അവർ സ്വർഗത്തിലാണല്ലോ, സംശയമില്ലല്ലോ. 5 നേരം നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമ്പിയാക്കന്മാരുടെ ഒട്ടികാവണമെന്നല്ലേ അല്ലാഹു തആല നമുക്ക് പഠിപ്പാട്ടിയ ഒരു ദുആ തന്നെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗം. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗം? അല്ലാഹു തന്നെ ചൊന്നു തന്നില്ലേ? മിനൻ നബിയീൻ, ഒന്നാമതായി ചൊല്ലുന്നത് തന്നെ അവരാരാണ്? നബിമാരാണ്. അപ്പൊ ആ നബിമാരിൽപ്പെട്ട ആളാണല്ലോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്തിനെ? തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം അല്ലേ? ഒരുപാട് അദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾ ചൊന്നതിന്റെ ശേഷമാണ്
യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചൊല്ലുന്നത് അല്ലാഹ് റബ്ബി ഖദ് അതൈതനി മിനൽ മുൽക്ക്, നക്ക് നീ അധികാരം തന്ന, സാമ്രാജ്യ അധികാരം ആഡളിത്തം നീ നക്ക് തന്ന, വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ എല്ലാ വിഷയത്തിലും ആഴമായ നിലക്കുള്ള അറിവ് നീ നക്ക് തന്ന റബ്ബേ. മാലിക്കൽ മുൽക്ക് ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശത്തിന്റെയും ഭൂമിയുടെയും നിർമ്മാപക സൃഷ്ടികർത്താ, തവഫന്ത വലിയ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് നിന്റെ രക്ഷകൻ, നീയാണ് നിന്റെ രക്ഷാധികാരി. തവഫനി മുസ്ലിമാ, നക്ക് ഇതൊന്നും വലിയ ഒരു കാര്യമല്ല റബ്ബേ, നീ ചെയ്തു തന്ന അനുഗ്രഹം. പക്ഷെ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം, അഭിലാഷം ഞാൻ നിന്നോട് തുറന്നു ചൊല്ലുറ റബ്ബേ. എന്തിനത്? തവഫനി മുസ്ലിമാ, നിന്നെ നീ മുസ്ലിമായി നീ മരിപ്പിക്കണം. വൽഹിഖ്നി ബിസ്സാലിഹീൻ, ഇത് പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നമുക്കൊക്കെ ഖുർആൻ സൂറത്ത് യൂസുഫ് എന്ന അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? ഒരുപാട് ദുരിതങ്ങളായിരുന്നു അയാളുടെ ജീവിതത്തിൽ. തന്റെ സ്നേഹനിധിയായ അബ്ബയുടെ കൂടെ കുറച്ചു കാലം മാത്രമാണ് അദ്ദേഹം ഉണ്ടായത്. ഇങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, നമ്മുടെ കാര്യം മാത്രമല്ല. ഞങ്ങൾ അത്യാവശ്യം നിസ്കാരവും അതുപോലെ തന്നെ നല്ല തൗഹീദും നോമ്പും അതുപോലെ സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ മക്കളുടെ കാര്യം നാം ശ്രദ്ധിക്കണം. ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം വളരെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു. അബ്ബയിൽ നിന്നിട്ട് വേർപെട്ടു. അങ്ങനെ പിന്നീട് അവസാനം അയാൾ ഈജിപ്തിലേക്ക് എത്തറ് അല്ലേ? ഒരുപാട് ത്യാഗങ്ങൾ നിറഞ്ഞ ആ ജീവിതം, ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ അവിടെ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അവസാനം തന്റെ അബ്ബയും ഈജിപ്ത് നാട്ടിന്റെ അധികാരം ആഡളിത്തം അത് അയാളെ കയ്യിലേക്ക് വന്നപ്പോ തന്റെ അബ്ബയും അതുപോലെ തന്റെ സഹോദരങ്ങളെയെല്ലാം തന്നെ ഈജിപ്തിലേക്ക് അദ്ദേഹം വിളിപ്പാട്ടുന്നുണ്ട്. എന്നിട്ട് അബ്ബയുമായി ഏകാന്തതയിൽ കഴിഞ്ഞു കൂടുന്ന സന്ദർഭത്തിൽ അബ്ബയോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തേ അബ്ബാ? അബ്ബാണ്ട് ചെന്നെങ്കിൽ തന്റെ മകന്റെ വേർപാടിന് ശേഷം ബുൾപുട്ട് കണ്ണിന്റെ കണ്ണുനീരെല്ലാം പോയിട്ട് കണ്ണിന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടതായിരിക്കുന്ന ആ അബ്ബയോട് മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അബ്ബാ, നിങ്ങോ അള്ളാഹുവിന്റെ ഒരു റസൂലല്ലേ? ഇങ്ങനെ ഒരു അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഇത്രമാത്രം ബുൾപെട്ടിട്ട് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെടുന്ന നിലക്ക് നിങ്ങൾ ബുൾപെട്ടത് ശരിയാണോ അബ്ബാ? അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നിങ്ങൾ സബൂർ ചെയ്യേണ്ട അബ്ബാ, നിങ്ങൾ ക്ഷമിക്കേണ്ടേ എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അബ്ബയോട് കേൾക്കുമ്പോഴത്തോ അത് അബ്ബ നൽകുന്ന മറുപടി ഓരോ പേരൻസും ഓരോ രക്ഷകനും ഓരോ ഉമ്മയും അബ്ബയും ഇവിടെ മനസ്സിലാക്കണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മകനിട്ട് ചൊല്ലുന്നതായിരിക്കുന്ന മറുപടി, മോനെ, നിന്റെ വേർപാടിൽ അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിൽ അതിന്റെ പേരിൽ ഉൾപ്പെട്ടിട്ടല്ല എന്റെ കണ്ണിനെ കാഴ്ച നഷ്ടപ്പെട്ടത്. ഒരിക്കലും നീ അങ്ങനെ വിചാരിക്കേണ്ടത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് മോനെ. ഞാനതിൽ സബൂർ ചെയ്യേ, ഞാനതിൽ ധാരാളം സബൂർ തയ്യാറാണ്. അതിന്റെ പേരിലല്ല നാം ഉൾപ്പെട്ടത്, അതിന്റെ പേരിലല്ല നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. പിന്നെ നക്കുള്ള ഒരേ ഒരു ബേജാർ, മോനെ, നന്നെ നീ വേർപിരിഞ്ഞതിന്റെ ശേഷം നീ എങ്ങനെയായിരിക്കും നിന്റെ അവസ്ഥ? ഏതെങ്കിലും തെമ്മാടി മക്കളുടെ ഒട്ടിക കൂടിയിട്ട്, ഏതെങ്കിലും കാഫിര്യങ്ങളുടെ ഒട്ടിക കൂടിയിട്ട് ഈമാനും ഇസ്ലാമും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കുമോ മോനെ നിന്റെ അന്ത്യം, നിന്റെ അന്ത്യമായെന്ന ഈ ബേജാറ് മാത്രമായിട്ട് മോനെ നക്കുണ്ടായത്. അതിന്റെ പേരിലായിരുന്നു ഞാൻ നിന്റെ കണ്ണിന്റെ കാഴ്ച പോകുന്നിടത്തോളം ഞാൻ ഉൾപ്പെട്ടത് മോനെ എന്ന് മഹാനായ മകൻ പുത്രൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമക്ക് അബ്ബ ചൊന്നു കൊടുക്കറ്. അത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം നല്ല പോലെ മനസ്സിലാക്കറ്. കാരാഗ്രഹത്തിൽ കിടന്നിട്ട് പോലും ഒരുപാട് പരീക്ഷണങ്ങൾ ഈജിപ്തിലെത്തിയതിന്റെ ശേഷവും, കാരണം അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല സൗന്ദര്യം കൊടുത്തു. ആ സൗന്ദര്യം അത് അദ്ദേഹത്തിന് പരീക്ഷണമായി മാറി. അവിടെയുള്ള ഈജിപ്തിന്റെ അറസന്റെ പെഞ്ഞായി അദ്ദേഹത്തെ ആശിച്ചു. അങ്ങനെ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കണമെന്ന് വേണ്ടി യൂസുഫിനെ കെട്ടിപ്പിടിക്കറ്. അതിൽ നിന്നെല്ലാം അദ്ദേഹം രക്ഷപ്പെട്ട് അങ്ങനെ കാരാഗ്രഹത്തിലേക്ക് പോയിട്ട് ആ കാരാഗ്രഹത്തിലെ ആ കാരിരുമ്പറകൾക്കുള്ളിൽ, ആ ജയിലിന്റെ ഉള്ളിൽ അവിടെയുള്ള ജയിൽ പുള്ളികളോട് പോലും, അവിടെയുള്ളതായിരിക്കുന്ന പ്രിസണർമാരോട് പോലും അല്ലാഹുവിന്റെ തൗഹീദ് ചൊന്നു കൊടുക്കുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണുന്നത്. ജയിൽ പുള്ളികളോട് പോലും ശിർക്കിന്റെ സാമ്രാജ്യം, ശിർക്കിന്റെ രാജ്യമാണ്. ആ ശിർക്കിന്റെ രാജ്യത്ത്, ശിർക്കിന്റെ ആഡളിത്തമുണ്ട്. ആ രാജ്യത്ത് അദ്ദേഹം ജയിൽ പുള്ളികളോട് പോലും ആ സമയത്ത് തൗഹീദ് ചൊന്നു കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ആ ധൈര്യം, ആ സ്ഥൈര്യം, ആ ശുഭാപ്തി വിശ്വാസം, ആ കോൺഫിഡൻസ്, ആ ഒപ്റ്റിമിസം, പ്രിയമുള്ളവരെ, അത് എവിടുന്ന് കിട്ടിയിട്ട് ചെന്നെങ്കിൽ അബ്ബായുടെ പ്രാർത്ഥനയാണ്.
നോക്കൂ, എത്ര എത്ര നല്ല ഭംഗിയായ നിലക്കാണ് അയാൾ തൗഹീദ് ചൊന്നു കൊടുക്കുന്നത്. ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുമിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ജയിൽ പുള്ളികളോട് ചൊല്ലുന്നത് നോക്കൂ, ഞാൻ ഒരു വിഭാഗത്തിലെ എല്ലാ മാർഗവും നാം വിട്ടുകളഞ്ഞ് അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത, ആഖിറത്തിനെ നിരാകരിക്കൽ അങ്ങയുടെ മാർഗമല്ല എന്റെ മാർഗം. ഞാൻ സ്വീകരിച്ച മാർഗം, ഞാൻ അവലംബമാക്കിയ മാർഗം നന്റെ അബ്ബ യഅ്കൂബ് നബിന്റെ മാർഗമാണ്. ആ അബ്ബര അബ്ബ ഇസ്ഹാഖിന്റെ മാർഗമാണ്. ആ അബ്ബര അബ്ബ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണ് ഞാൻ ഫോളോ ആക്കുന്നത്. അങ്ങനെയുള്ള ആ പാരമ്പര്യത്തിൽ, ആ നല്ല ഫാമിലിയിൽ വന്നതായിരിക്കുന്ന നക്ക് ഈ റായക്കാരെ പോലെ ശിർക്ക് ചെയ്യുക എന്നത് എന്റെ പണിയല്ല, അത് ഞങ്ങൾക്ക് ചേർന്ന പണിയല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചൊന്നു കൊടുക്കുന്ന തൗഹീദായിട്ട്. കാരണം ഞാൻ നല്ലൊരു അബ്ബക്ക് പിറന്ന മോനാണ്. ഞാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചൊല്ലുന്നത് നല്ലൊരു അബ്ബക്ക് പിറന്ന, നല്ലൊരു അബ്ബന്റെ ബീജയിലൂടെ വീര്യത്തിലൂടെ പിറന്നതായിരിക്കുന്ന, നല്ലൊരു തൗഹീദി ഫാമിലിയിൽ പിറന്നതായിരിക്കുന്ന ഞാൻ നക്ക് ശിർക്ക് ചെയ്യുക എന്നത് അത് ചേർന്ന പണിയല്ല, അത് നിന്റെ പണിയല്ല. അള്ളാഹുവിനോട് അള്ളാഹുവിന് സഹഭാഗികളെ ഉണ്ടാക്കുക എന്നത്, അള്ളാഹുവിന്റെ പങ്കുകാരെ ഉണ്ടാക്കുക എന്നത് ഈ ഫാമിലിക്ക്, ഈ കുടുംബത്തിന്, ഈ തൗഹീദി കുടുംബത്തിന് ചേർന്ന പണിയല്ല. തൗഹീദി കുടുംബമാണ്, ആദർശബോധമുള്ള കുടുംബമാണ്. നിന്റെ അബ്ബ പ്രവാചകനാണ്, അയാളുടെ അബ്ബ ഇസ്ഹാഖ് പ്രവാചകനാണ്, അയാളുടെ അബ്ബ ഇബ്രാഹിം പ്രവാചകനാണ്. അങ്ങനെ മില്ലത്താണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ, കാരാഗ്രഹത്തിൽ തന്റെ ഒട്ടികയ്ക്കുന്ന ജയിൽവാസികളോട്, പ്രിസണർമാരോട് ഈ നിലക്ക് തൗഹീദ് ചൊല്ലുകൊണ്ടുള്ള ആ സ്ഥൈര്യം എവിടുന്ന് കിട്ടിയിട്ട് ചെന്നെങ്കിൽ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം കണ്ണുനീര് ബുൾപുട്ട് അള്ളാഹുവോട്, കണ്ണിനെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് അള്ളാഹുവോട് ദുആയിരുന്നതിന്റെ ആ സാദിഖായ ദുആയുടെ ഫലമായിട്ട് നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ, സൂറത്ത് യൂസുഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവസാനം, അന്തിമം ഹുസ്നുൽ ഖാത്തിമയായിരിക്കണം. നല്ല മരണം അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലക്ക് നാം മരിക്കണം. അങ്ങനെ പരിശുദ്ധമായ നിലക്കുള്ള ആ ശുഭകരമായ അന്ത്യമായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അതാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് മരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്. റബ്ബു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആ ശുഭകരമായ ആ നല്ല ഒരു അന്ത്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله. أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യം, അവസാനം അത് ഹുസ്നുൽ ഖാത്തിമയായിരിക്കണം. റബ്ബു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന അവസ്ഥയിൽ, അവൻ്റെ റിസാമന്തി, അവൻ്റെ പൊരുത്തം സമ്പാദിച്ചും കൊണ്ട് ഒരു നിലക്കും അല്ലാഹു തആല ഗളബാൻ കോപിക്കാത്ത അവസ്ഥയിൽ ഈ ലോകത്തോട് യാത്ര പറയുകയായിരിക്കണം നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. ശുഭകരമായ പര്യവസാനം, അതിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അശുഭകരമായ ഒരവസ്ഥയിലുള്ള മരണം നമുക്കാർക്കും ഉണ്ടായി പോകാതിരിക്കുന്നതിന് വേണ്ടി
അള്ളാഹുവോട് നാം പ്രാർത്ഥിക്കണം. അതാണ് സൂഉൽ ഖാത്തിമ, ദുരന്തപൂർണമായ നിലക്കുള്ള ഒരു മരണം. അത് നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഉണ്ടായിപ്പോകാതിരിക്കാൻ നാം ജാഗ്രത പാലിക്കണം. അത് എങ്ങനെ ഉണ്ടാകും? ആർക്കാണിതുണ്ടാവുക? ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചൊന്നു തന്നു. എല്ലാം ഇവിടെ വിവരിക്കുന്ന സമയമില്ല. ചില കാര്യങ്ങൾ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത്, ഒരു മനുഷ്യൻ തെറ്റ് കുറ്റങ്ങളിൽ മുഴുകരായെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയാണ് ഒരാൾക്കുണ്ടായതെങ്കിൽ പിന്നെ അവന്റെ അവസാനം മോശമായിരിക്കും. പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. ഖുർആനിൽ അവരെ പറ്റി അല്ലാഹു തആല സുഗലോലുപന്മാരായ ആളുകൾ, ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ, അങ്ങ് സുഗലോലുപന്മാരായിരുന്നു. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം, ഘോരമായ പാപത്തിൽ അങ്ങ് മുഴുകുന്നവരായിരുന്നു. തൗബ ചെയ്യൂല. അങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവസാന നിമിഷം വരെ തെറ്റുകുറ്റങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടുക. ഇനി നിങ്ങൾ നോക്ക്, ഇതിപ്പോൾ 2025 പുതിയ വർഷത്തിലേക്ക്, ന്യൂ ഇയറിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയിട്ട് എന്തെല്ലാമാണ് ആ ന്യൂ ഇയറിന്റെ പേരിൽ പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ രാജ്യത്ത് കള്ള് കുടിക്കരെ കോടിക്കണക്കിന് രൂപയുടെ കള്ളാണ് വിറ്റ് തീർക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നോക്ക്. ഇനി ഇതിന്റെ പിന്നിൽ ആരാണ് നിങ്ങൾ പരിശോധിച്ചാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരുപാട് മുസ്ലിം പേരുള്ള, മുസ്ലിം നാമധാരികളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ വേഷം കെട്ടി തന്നെ ഡാൻസും, അതേപോലെ തന്നെ കാബര ഡാൻസുകളും, അതേപോലെ കള്ളും കുടിച്ച് കൂത്താടി നിശാ ക്ലബുകളിലായി കമ്പനി അടിച്ച് അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ മറന്നു ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളെ അപമാനിക്കുന്ന, ഇസ്ലാമിന്റെ മുസ്ലിമുകളുടെ ഇസ്സത്ത് തന്നെ പറിച്ച് പിച്ച് ചീന്തുന്ന, ഇസ്ലാമിന്റെ മുഖത്തേക്ക് താറടിച്ച് തേക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ അവസാനം സൂഉൽ ഖാത്തിമ, നല്ല നിലക്ക് മരിക്കണമെങ്കിൽ അവർക്ക് സാധ്യമാവില്ല. പ്രിയമുള്ളവരെ, സൂഉൽ ഖാത്തിമയായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത് നമുക്ക് കാണാം ഭൗതികതയോടുള്ള താല്പര്യമാണ്. ഭൗതികതയോടുള്ള ചെമ്പ താല്പര്യമാണ്. അവസാനം മരിക്കാറാകുന്ന സന്ദർഭത്തിലും മരിക്കണമെന്ന ചിന്ത അവർക്കുണ്ടാവൂല, പരലോകത്തിന്റെ ബോധമുണ്ടാവൂല. അങ്ങനെ ആ നിലക്ക് മരിച്ചു പോകുന്നതിന് മുമ്പ് ദുന്യാവിനോടുള്ള അമിതമായ താല്പര്യം, അത്തരത്തിലുള്ള ആളുകൾക്കും ഹുസ്നുൽ ഖാത്തിമയുണ്ടാവൂല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂഉൽ ഖാത്തിമ, മോശമായ ആ പര്യവസാനത്തെ പറ്റി നമുക്ക് ചൊന്നുതണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കൊടുക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയ പ്രാർത്ഥനയാണ് നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഹസിൻ ആഖിബതനാ, നിരന്തരമായി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ പര്യവസാനം നന്നാക്കണം അല്ലാ, അവസാനം നന്നാക്കണം റബ്ബേ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചതുപോലെ തൗഫനി മുസ്ലിമാ. ഇങ്ങനെയുള്ള ഈ സാദിഖായ ദുആഉ സാദിഖ്, അതാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ ഗുരി, അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രാർത്ഥനയാണ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ശുഭകരമായിട്ട് ഹുസ്നുൽ ഖാത്തിമ പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറേ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് ആളുകളൊക്കെ ചൊന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ശാരീരികമായ, മാനസികമായ എല്ലാ പ്രയാസങ്ങൾ, എല്ലാവിധ രോഗങ്ങൾ അല്ലാഹു തആല പൂർണ്ണമായ നിലക്ക് അവർക്ക് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ ഉണ്ട് നമ്മുടെ മദ്രസയുടെ കലക്ഷനായിട്ട് മദ്രസക്കുള്ള കലക്ഷനാണ്ട്. എല്ലാവരും ഉദാരമായ നിലക്ക് അതൊക്കെ സംഭാവന ചെയ്യണം. നമ്മുടെ മദ്രസ നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പാട്ടിനൊക്കെ വേണ്ടി അതൊക്കെ യാതൊരു വിഘ്നമോ മുടക്കമോ ഉണ്ടാകാതെ നല്ല നിലക്ക് പോകണം. അതൊക്കെ അള്ളാഹുവിൻ്റെ സഹായം, പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവന ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. നാളത്തെ ക്ലാസ് ഉണ്ട്, സാറ്റർഡേ, പെണ്ണുങ്ങൾക്കുള്ള തസ്കിയ ക്ലാസ്. എല്ലാ സഹോദരിമാർ ആ ക്ലാസ്സിൽ ഭാഗഭാക്കാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്ത് നമ്മുടെ ജീവിതം റബ്ബിൻ്റെ പൊരുത്തത്തിലായി, ആ പൊരുത്തത്തിലായി ജീവിച്ച് അവസാനം റബ്ബിൻ്റെ പൊരുത്തത്തിലായി അവസാനിക്കൊടുക്കുക റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله،
ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഇദുക്കും ലഅല്ലക്കും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ.